വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നെയിം പ്ലേസിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ നേരെ. അപ്പം ഞാനിവിടെ ഇത് ഇവർക്ക് മാർക്ക് ചെയ്തായിരിക്കും, ഇവരാണ് പുറകെ ഇരുന്ന് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതെടുക്കാവേ. നോക്കിക്കോ. ഫസ്റ്റ് കുഞ്ഞാറ്റയാണ് ഗൈസ് നോക്കുന്നത്. എന്താ ലെറ്റർ? ഫായാണ് ഗൈസ് ഫസ്റ്റ് ലെറ്റർ. ഇഫ. എല്ലാവരും കാണിക്കണം കേട്ടോ നോട്ട്. ഫായാണ് കിട്ടിയ ലെറ്റർ. അപ്പോൾ ഇവരെഴുതട്ടെ, നമുക്കിവിടെ കാത്തിരിക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നെയിം പ്ലേസിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മലയാളത്തിലെ വേർഡുകൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. നെയിം എന്ന് വെച്ചാൽ പേര്, സ്ഥലം, സാധനം, പക്ഷി, മൃഗം, സിനിമ. ഓക്കെ, അമ്മാമ്മയും ചേച്ചിയും അമ്മയും കൂടെ ആണ്. ഞാനിവിടെ നമ്പർ ചെയ്തായിരിക്കും കേട്ടോ, അല്ല ഇവർക്ക് മാർക്ക് ചെയ്തായിരിക്കും കേട്ടോ. അപ്പം എന്തായിരിക്കും, ഇവർ ജയിക്കുമോ? ഫസ്റ്റ് അമ്മ വിളിച്ചിട്ടുണ്ട്. കൈപോക്ക് നിർത്തിയോ? പറ. ഭരത്, കുഞ്ഞാറ്റ പറ. ഭദ്ര, ഭാഗ്യ, ഭാഗ്യ, ഭരണിക്കാവ്. എഴുതിയില്ല. ഭസ്മം, ഭസ്മം, ഫലൂട, ഭരണി, ക്ഷീമക്കരടി. എഴുതിയില്ല. ഭീമക്കരടിയോ? കരടിയൊന്നുമില്ല. ആർക്കെങ്കിലും അറിയാമോ ഭീമക്കരടി എന്ന് പറയുന്ന ഒരു കരടിയെ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഗൈസ്. ഇത് ഫൂളാ. ഭീഷ്മവർമ്മ. ഫരടം. അപ്പൊ പിങ്കിക്ക് 50. ഓക്കെ, പിന്നെ ഫസ്റ്റ് തന്നെ അമ്മ ഫുൾ മേടിച്ചിട്ടുണ്ട്. കാര്യം പറയാം, നമുക്ക് എടുക്കാം. തുറന്നു നോക്ക്. എനിക്ക് തുറന്നു നോക്കാൻ പറ്റില്ല, കാര്യം കിട്ടി. നമുക്ക് ബായാണ് ഫസ്റ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ബായാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്. സെക്കൻഡ് കിട്ടിയത് ഫസ്റ്റ് അല്ല. ഫസ്റ്റ് തന്നെ അമ്മ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ഇനി രണ്ടും വ്യക്തികൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഒന്ന് അശ്വിനി, ഒന്ന് സുധാമണി. അപ്പം ഇവർ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം നമുക്ക് കാണാം. അമ്മയായിരിക്കും മെയിൻ പോരാളി. അമ്മയുടെ അക്കൗണ്ട് അമ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അവിടെ ഇരുന്നവർ. അപ്പൊ ഫസ്റ്റ് കൈ പൊക്കമ്മ, കൈ പൊക്കി വെക്കണേ. അമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും കുറച്ച് പാടാം. ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ബാബു, ബാലൻ, ബബിത, ബബിത, ബാലരാമൻ, ഭാരതപ്പുഴ, ഭാരതപ്പുഴ പോലെ. അമ്മ ഒന്നും എഴുതിയിട്ടില്ല. ബലൂൺ, മൃഗം എഴുതിയില്ല. ബാബ കല്യാൺ എഴുതിയില്ല. അമ്മയ്ക്ക് വീണ്ടും 20 ഇട്ടിരിക്കുന്നു. അമ്മ രണ്ടാമത്തെ മാർക്കാണ് 20 മേടിക്കുന്നത്. ഈ ബുക്കിനകത്തൊന്നുമില്ല. നമുക്ക് നെക്സ്റ്റ് പോവാം. നമുക്ക് ഇനി രണ്ടാമത്തെ എഴുതണം. മൂന്നാമത്തെ ലെറ്റർ എടുക്കാം. എടുത്തോ. തത്തയെടുത്ത നമുക്ക് തായാണ് കിട്ടിയത്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ.
മാർക്ക് ഇടുന്നത് കള്ളത്തരമാണ്. സത്യം പറഞ്ഞാൽ കള്ളത്തരമല്ലേ ഇവർക്ക്. ഇവർ മാർക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അമ്മയുടെ അക്കൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അമ്മ എന്നെ ആയിരിക്കും 20 മേടിക്കുന്നത്. അമ്മാമ്മയ്ക്കൊരു 25 പോലും കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നോക്കിയില്ലല്ലേ? പരീക്ഷയ്ക്ക് ഓരോരുത്തര് പറയല്ലോ. ആ കൈവക്ക കൈവക്കമ്മ. ആരാണ് ഫസ്റ്റ് എഴുതിയത്? ആരാണ് ഫസ്റ്റ് എഴുതിയതെന്ന് പറ. ആ അമ്മയാണ് കേട്ടോ ഫസ്റ്റ് എഴുതിയത്. അങ്ങനെയൊന്നും പറയാക്കത്തില്ല. തമന്ന തുഷാര താര. ഓ താമരക്കുടി എഴുതിയില്ല. അത് കറക്റ്റാ. താലം താക്കോൽ താമര തത്ത എഴുതിയില്ല. എത്ര മാർക്കുണ്ട്? താണ്ഡവം എഴുതിയില്ല. ആരാട്ട് അമ്മാമ്മയുടെ എത്ര മാർക്കുണ്ട്? മാർക്കിടാൻ പറ്റത്തില്ല. 25. നീ 20 അല്ലേ ഇടാൻ പറഞ്ഞേ? അത് നേരത്തെ ഇത് 25 കറക്റ്റ് ആയിട്ടുണ്ട്. 20. നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോകാം. അമ്മക്ക് 25. അമ്മ 3-ാം സ്ഥാനത്തായി. കണ്ടോ അമ്മ ചേച്ചി അമ്മാമ്മ. കേട്ടതില്ല. കള്ളതരം പറഞ്ഞു. ഇവിടെ ഇരുന്ന് ഓരോരുത്തരെ കളിയാക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വേർഡ് എടുക്കാം. നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. അല്ല നെക്സ്റ്റ് ലെറ്റർ എടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ പ്രാവശ്യം ഞാൻ തന്നെ സായോ. ആ സായാണ് കഴിപ്പിച്ചത്. സായുടെ ഒരു ചുനിപ്പ് കാണാനില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്കറിഞ്ഞൂടാ. ഓക്കെ ഇവരെ എഴുതട്ടെ. നമുക്കപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാം. എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവരെല്ലാം തോറ്റു തുന്നം പാടും. അതാ എനിക്ക് പറയാനുള്ള. അമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണ് പറയുന്നത്. കളിയെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിട്ട് നിൽക്കാൻ പോവുക. അമ്മയ്ക്ക് പ്രത്യേകിച്ച് കളിയെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. സന്ധ്യ സ്ഥലം സേലം സൊസൈറ്റി എഴുതിയില്ല. സാധനം സാരി വെട്ട്. രണ്ടുപേരും വെട്ട്. സിംഹം എഴുതിയില്ല. സഹാറ മൃഗം എഴുതിയില്ല. സഹാറ സഹാറ ഡെസേർട്ട് സസ്നേഹം. ഈ കളി മിക്കവാറും ഞാൻ ഇവിടെ നിന്ന് ഔട്ടായി പോകും. കാര്യം ഇവരെ 3 പേരെ ഇരുത്തി ചെയ്യാൻ ഭയങ്കര പാടാണ്. 3 അടി ഉണ്ടാക്കുന്നു ഗൈസ്. അടുത്തതായിട്ട് ഇങ്ങോട്ട്. എത്ര? 25. ഓക്കെ അമ്മയ്ക്ക് അമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും 0-0. ലാസ്റ്റ് മാർക്ക് കാണുമ്പോൾ 3-0 അല്ലേ? 4-0. ഞാൻ വിചാരിച്ചു ഇവർക്ക് നമ്മൾ പിടിക്കില്ലേ മാമേ? മാമ പെട്ടെന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ ഫസ്റ്റ് കാണിക്കാം. അവരെ കാണിക്കുന്നതിന് മുമ്പ് പറയട്ടെ. വെറുവേ
സ്വന്തമായിട്ട് എഴുതിയതല്ലേ അനുഭവിച്ചു. ഞാൻ ഇവിടെ സാധനം ഗൈസ് ഇത് പച്ച കളറാണ് ഗൈസ്. കുഞ്ഞാറ്റ അമ്മാമ്മയുടെയും ഇതില്ല ഗൈസ്. ഈ കളി മിക്കാറും വേറെ വഴിക്ക് പോകും. ഈ സുധേമ ഫസ്റ്റ് അടിക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക്. ഗൈസ് ഞാൻ അമ്മാമിക്ക് ഒരു വേർഡ് മാത്രം പറഞ്ഞു കൊടുത്തു. കാര്യം എനിക്ക് വിഷമം വന്നു അമ്മാമ്മ ഇരിക്കുന്നുണ്ട്. പേരെന്ന് ഗൈസ് ഈ പോക്കോയി അമ്മാമ്മ തോക്കും. പ്രത്യേകിച്ച് എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 3 പേരെ ഒരുമിച്ച് എഴുതാനും എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഞാൻ കളിക്കുന്നില്ല. കാര്യം വേറെ എനിക്ക് എഴുതാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടല്ല ഗൈസ്, എഴുതാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടല്ല. ആണ് ഞാൻ 2ാം ക്ലാസ്സിലായതല്ലേ ഉള്ളൂ. നമുക്ക് പറ. പേര് എമിലി. എഴുതിയില്ല. എഴുതിയില്ല. സാധനം ഞാൻ എഴുതിയില്ല. സാധനം കുഞ്ഞാറ്റ സാധനം എഴുതി. ഏണിയാ? ഏണി ഒരു സാധനമല്ലേ? ഇത് വെറും എന്തായാലും കിട്ടത്തില്ല. മൃഗ, എലി. സിനിമ ഞാൻ എഴുതി 7 എമ്പുരാൻ. ഓക്കെ അറിയാം. അപ്പം ഇതിവിടെ നടക്കത്തില്ല. അപ്പം അമ്മയ്ക്ക് 20, കുഞ്ഞാറ്റയ്ക്ക് 0, അമ്മാമ്മയ്ക്ക് 0. എല്ലാരും തോച്ചു നിന്നും പാടും. സമ്മാനമൊന്നുമില്ല കേട്ടോ. ഞാനൊരു കാര്യം, ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ 2 വ്യക്തികൾക്ക് നിങ്ങൾക്ക് കണ്ട അറിയാലോ. ഇതാ സുധാമണി, ഇതാ അമൃത.